ഹായ് ഹലോ നമസ്കാരം. കോറൽ ഡ്രോയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോറൽ ഡ്രോയിലെ പേജ് എങ്ങനെ സെറ്റ് ചെയ്യാം, അതേപോലെ തന്നെ കോറൽ ഡ്രോ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക, ഒരു സോഫ്റ്റ്വെയറിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുക, അതേപോലെ തന്നെ RGB എന്താണ്, CMYK എന്താണ്, ഇഞ്ചസ് എന്താണ്, CM എന്താണ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ കോറൽ ഡ്രോയുടെ ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുണ്ടായി. അപ്പോൾ ആ ഒരു എപ്പിസോഡ് കാണാൻ ഉള്ളവർ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു എപ്പിസോഡ് കണ്ടിട്ട് ഈ ഒരു എപ്പിസോഡ് കാണുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമ്മൾ പ്രധാനമായിട്ടും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റത്തെ എപ്പിസോഡിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എപ്പിസോഡ് കാണാത്തവർ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ മേളിൽ ടാഗായിട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ടൂളിനെ കുറിച്ചാണ്. ഓക്കെ, ഓരോ ടൂളും എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക, അതേപോലെ തന്നെ ഓരോ ടൂളുകളുടെയും പ്രത്യേകത, ഇതെല്ലാമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂൾ ചുമ്മാ എന്താ പറയുക, ചുമ്മാ കവർ ചെയ്ത് പോവാം. ഓക്കെ, ഇത് ഇന്നതിനു വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നു അങ്ങനെ പറഞ്ഞ് ചുമ്മാ കവർ ചെയ്ത് പോവാം. ഓക്കെ, പക്ഷേ അങ്ങനെ കവർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പഠിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഓരോ ടൂളും എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നറിയാൻ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു പോസ്റ്ററോ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റർ, നോട്ടീസുകൾ ഇതെല്ലാം ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ ഒരു വർക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാതെ നമുക്ക് എന്ത് ചെയ്യാം, എപ്പിസോഡിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയൊരു പേജ് A4 പേജ് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഫയലിൽ ന്യൂവിൽ വന്നിട്ട് ഒരു A4 പേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, മൗസ് സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൂം ചെയ്യാം. മൗസ് സ്ക്രോൾ ഔട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൂം ഇൻ ഔട്ടും ചെയ്യാം കേട്ടോ. സൂം ഇൻ ചെയ്യാനായിട്ട് സ്ക്രോൾ ഇന്നും, സൂം ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രോൾ ഔട്ടും ചെയ്യാം. ഓക്കെ, നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, Ctrl+Ctrl- ആണെങ്കിൽ നമ്മൾ ഫോട്ടോഷോപ്പിലും ഇല്ലസ്ട്രേറ്ററിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. മൗസ് സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൂം ചെയ്യാം. മൗസ് സ്ക്രോൾ ഔട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൂം ചെയ്യാം. അങ്ങനെ എന്തോരം വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് സൂം ചെയ്യാം, എന്തോരം വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് സൂം ഔട്ടും ചെയ്യാം. അതേപോലെ നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് കണ്ട 1600 വരെ നമുക്ക് എന്ത് ചെയ്യാം, പെർസെൻറ്റേജ് വരെ നമുക്ക് എന്ത് ചെയ്യാം, സൂം ചെയ്യാം. 2 പേജ് വരെ നമുക്ക് എന്ത് ചെയ്യാം, സൂം ഔട്ടും ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. 2 പേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിലവിൽ നിന്ന് ആ ഒരു സൈസിലേക്ക് വരും. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ പറയുന്ന ടൂളാണ് പിക് ടൂൾ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് പിക് ടൂൾ എടുക്കുക. അതിന് മുന്നായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റെക്ടാങ്കിൾ ടൂൾ എടുത്തിട്ട് എന്ത് ചെയ്യുകയാണ്, ജസ്റ്റ് ഒന്ന് ഈ പേജിൻ്റെ ഉള്ളിൽ വരയ്ക്കുകയാണ്. ഈ പേജിൻ്റെ ഉള്ളിൽ വരയ്ക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല കേട്ടോ. ഈ ഒരു റെക്ടാങ്കിൾ വരയ്ക്കുന്ന സമയത്ത് പിക് ടൂൾ ആക്റ്റീവ് ചെയ്യുമ്പോൾ ആ ഒരു പിക് ടൂൾ ചെയ്യാനായിട്ട് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ വരയ്ക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. പക്ഷേ ഫോട്ടോഷോപ്പിലും ഒക്കെ ആണെങ്കിൽ എന്താ പറയുക, നമ്മളിപ്പോൾ ആ ഒരു പേജിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഒബ്ജക്റ്റുകൾ വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ കോറൽ ഡ്രോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പേജിൻ്റെ ഉള്ളിൽ മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പുറത്തും വരയ്ക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ടോ നീക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഈ ഒരു പുറത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഒബ്ജക്റ്റ് വരച്ചിട്ട് ഇവിടെ നിന്ന് പിക് ടൂൾ എടുക്കുകയാണ്. ഓക്കെ, പിക് ടൂൾ എടുക്കുന്ന സമയത്ത് നോക്കി ഇവിടെ നിന്ന് കണ്ടോ 4 സൈഡിലും ഓരോ പോയിന്റുകൾ വന്നിട്ടുണ്ട്. 4 അല്ല 5 6 8 സൈഡുകളിൽ ഉണ്ടോ ഓരോ പോയിന്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനടുത്ത് എന്താണ്, ഞാൻ ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് കണ്ടോ ഒരു കോർണറിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താവും, ആ ഒരു സൈഡിലേക്ക് എന്താവും, ഈ ഒബ്ജക്റ്റ് കണ്ടോ മൂവായിട്ട് ഈ ഒരു ഒബ്ജക്റ്റ് എന്താവും, ചെറുതാവും. അതേപോലെ തന്നെ ഞാൻ ഇവിടുന്ന് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് മൗസ് ജസ്റ്റ് ഒന്ന് നീക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നീക്കിയിട്ടുണ്ടെങ്കിൽ എന്താവും, ഈ ഒബ്ജക്റ്റ് വലുതാവുകയും ചെറുതാവുകയും ചെയ്യും. എന്തോരം വേണമെങ്കിലും വലുതാക്കാം, എന്തോരം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ചെറുതാക്കുകയും ചെയ്യാട്ടെ. എന്തോരം വേണമെങ്കിൽ ചെറുതാക്കാം, അതേപോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് എന്തോരം വേണമെങ്കിലും വലുതാക്കാം. ഓക്കെ, അപ്പോൾ ഓരോ കോർണറിലും ചെന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് ഇവിടെ നിന്ന് കണ്ടോ, എനിക്കിപ്പോൾ ഈ ഒരു കോർണറിലേക്കാണ് ഈ ഒബ്ജക്റ്റ് പോകേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ ഞാനിവിടെ മൗസ് വിട്ടു, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ ഒബ്ജക്റ്റിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്യണം കേട്ടോ, എന്നാലാണ് ഇവിടെ ആവുള്ളൂ. ഓക്കെ, ചുമ്മാ ഇവിടെ എത്താത്ത സ്ഥലത്തൊന്നും വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആവില്ല. അപ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ ലൈനിൽ വന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, മൗസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തു കണ്ടോ, ഏത് രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് ഇവിടെ വന്നിട്ട് ഇതിനെ കണ്ടോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നോക്കി നമുക്ക് ഇതിനെ സെൻറ്റർ പോയിന്റ് എന്ന് പറയും. ഈ ഒരു ഇൻറ്റു മാർക്ക് കൊടുത്തേക്കുന്നുണ്ടോ, ഇതിനെ സെൻറ്റർ എന്ന് പറയും, സെൻറ്റർ പോയിൻ്റ് ആണത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഈ സെൻറ്റർ പോയിന്റിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ നമുക്ക് ഇവിടുന്ന് റൊട്ടേഷൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്, നമുക്ക് എന്ത് ചെയ്യാം, കണ്ടോ ഈ ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാമെന്നാണ് അർത്ഥം. ഓക്കെ, ഇവിടുന്ന് Ctrl Z അടിച്ച് ബാക്കിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് പഴയ രീതിയിലേക്ക് തന്നെ കിട്ടും. ഓക്കെ,
ഇവിടെ നോക്കി നമുക്ക് ഈ വേണമെന്ന് ഈ ഒബ്ജക്റ്റിനെ കണ്ടാൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സ്ക്യൂ ചെയ്ത് നിർത്താൻ പറ്റും. അതായത് നമ്മൾ ചില ഡിസൈനിലേക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്, എന്താ പറയുക, നമ്മളിപ്പോൾ ഇത്ര പെർസെൻറ്റേജ് ഓഫർ, അല്ലെങ്കിൽ ഇപ്പോൾ ഓഫർ വാരിയഡ് ടില്ല്, അല്ലെങ്കിൽ ചില ഓഫറുകൾ എന്താ പറയുക കാർഡ് എടുത്തവർക്ക് മാത്രം, അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസൈനൊക്കെ വേണമെന്ന് നമുക്ക് കണ്ടോ, മീൻസ് ആ ഒരു ആവശ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ ഡിസൈനും മീൻസ് ഓരോ ടൂളും എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അങ്ങനെ ആ ഒരു പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനത്തെ ഓപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പഠിച്ചിട്ടാണ് എന്തുള്ളൂ കാര്യമുള്ളൂ കേട്ടോ. അതായത് ഓരോ ടൂളും ഞാൻ ചുമ്മാ എന്താ പറയുക ഇതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞു പോകാം. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അതേപോലെ ഞാൻ വീണ്ടും ഒരു ഒബ്ജക്റ്റ് വരച്ചിട്ട് ഈ സെൻറ്റർ പോയിൻറ്റിന് ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തു, ഇങ്ങോട്ട് നീക്കി വയ്ക്കുകയാണ്. ഓക്കെ, ഈ ഒരു പോയിൻറ്റിലേക്ക് ഞാൻ ഈ ഒരു എഡ്ജിലേക്ക് ഈ ഒരു നോഡിലേക്ക് ഞാൻ ഇവിടെ നിന്ന് നീക്കി വെച്ചു. ഇനി ഞാൻ ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കി, നമ്മൾ എവിടെയാണോ നമ്മൾ സെൻറ്റർ പോയിൻ്റ് കൊണ്ടുവന്ന് വെച്ചത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്താവുക, ഈ ഒരു ഒബ്ജക്റ്റ് എന്താവുക, റൊട്ടേറ്റ് ആവുക. ഓക്കെ, അപ്പോൾ ഈ സെൻറ്റർ പോയിൻറ്റിന് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കൊണ്ടുവന്ന് വയ്ക്കാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാം, സെൻറ്റർ പോയിൻറ്റിന് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടോ ഈ രീതിയിലേക്ക് മൂവ് ചെയ്ത് വയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ കണ്ടോ നമുക്ക് ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കൺട്രോൾ എ അടിച്ച് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, കൺട്രോൾ എന്ന് വെച്ചാൽ ഓൾ സെലക്ട്, ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, കീബോർഡിൽ ഡിലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് പൊക്കോളും. അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഡിസൈനൊക്കെ ഇവിടെ നിന്ന് കുറച്ചിങ്ങനെ വരച്ചേക്കാമെന്ന് വയ്ക്കാം. ഓക്കെ, കൺട്രോൾ എ അടിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം എന്താവും, സെലക്ഷൻ ആവും. ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ ഉള്ള ഡിസൈൻ എല്ലാം പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇത് മാത്രം ഇതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കീബോർഡിൽ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും ആവശ്യമില്ല, ഡിസൈനായിട്ടൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുത്തുന്നുള്ളൂ. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഇവിടെ നോക്കി അടുത്തത് പറയുന്നത് ഫ്രീ ഹാൻഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ അതിനെ പറ്റിയൊരു ഉദാഹരണം ഞാൻ കാണിച്ചുതരാം. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് കുറച്ച് റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് പോകാം, കുറച്ച് റെക്റ്റാങ്കിൾ ഇവിടെ നിന്ന് വരച്ചു കൊടുത്തു. ഓക്കെ, പല രീതിയിലുള്ള പല വലിപ്പത്തിലുള്ള റെക്റ്റാങ്കിൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വരച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എനിക്കിപ്പോൾ ഇത്രയും ഏരിയ എന്ത് ചെയ്യണം, ഒറ്റ രീതിയിൽ കണ്ടോ സെലക്ട് ചെയ്യണം. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് നോക്കി, എനിക്കിപ്പോൾ ഇത്രയും ഏരിയ സെലക്ട് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കണ്ടോ, ഈ ഒരു സെലക്ഷൻ ഇപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയ കണ്ടോ, അതെനിക്ക് സെലക്ട് ചെയ്യേണ്ട. പക്ഷേ എനിക്ക് ഇത്രയും ഏരിയ അല്ല വേണ്ടത്, എനിക്കിപ്പോൾ കുറച്ച് ഏരിയ മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി എന്ന് നോക്കിയാൽ. അപ്പം ഞാൻ അപ്പം ഞാനിവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങനെ മൊത്തം സെലക്ട് ചെയ്യുന്ന സമയത്ത് കണ്ടോ, എനിക്ക് ആവശ്യമില്ലാത്ത ഒബ്ജക്റ്റ് വരെ എന്ത് ചെയ്ത് കൊടുക്കണ്ട, എന്ത് ചെയ്ത് പോവാണ്, സെലക്ഷനായി പോവുക. ഓക്കെ, അപ്പോൾ അതിന് ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു ടൂളാണ് ഇത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഫ്രീ ഹാൻഡ് പിക്ക് ടൂൾ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫ്രീ ഹാൻഡ് പിക്ക് ടൂൾ എടുത്തു. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. ഈ ഒരു ആരോഗ്യ കണ്ടോ, ഈ ആരോഗ്യം ഇങ്ങനെ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ നമുക്ക് ഈ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഫ്രീ ഹാൻഡ് പിക്ക് ടൂൾ എടുക്കുക. നമുക്ക് ഏതെല്ലാം ടൂളുകളാണോ ആവശ്യം അതിന് ചുറ്റും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക. കണ്ടോ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാം, വലുതാക്കണമെങ്കിൽ വലുതാക്കാം, ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, റൊട്ടേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ടൂളുകൾ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് കൺട്രോൾ Z അടിച്ച് ബാക്കിലേക്ക് വരാട്ടെ. എന്തോ ഒരു പ്രാവശ്യം ആണോ നമുക്ക് കൺട്രോൾ Z അടിക്കേണ്ടത്, അത്രയും പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ Z അടിച്ച് നമുക്ക് ബാക്കിലേക്ക് വരാട്ടെ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് ഫോട്ടോഷോപ്പിലേക്ക് നമ്മൾ പേജിനെ പാൻ ചെയ്യിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്പേസ് ബാർ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കീബോർഡിൽ H അടിച്ചാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, കോർഡർ ഡ്രോയിൽ പേജിനെ പാൻ ചെയ്യിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഏത് ഷോർട്ട് കീ യൂസ് ചെയ്യുക, H ആണ് യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അതുമല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് ഇവിടെ വന്നാലും കണ്ടോ അതിൻ്റെ ഷോർട്ട് കീ യൂസ് ചെയ്തെന്നുള്ളൂ. എപ്പോഴും മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ ഷോർട്ട് കീ തന്നെ യൂസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, കീബോർഡിലേക്ക് കൈ പോവാതെ മാക്സിമം എന്ത് ചെയ്യുക, മീൻസ് ടൂളുകളിലേക്ക് കൈ പോവാതെ എന്ത് ചെയ്യുക, കീബോർഡിലേക്കല്ല ടൂളുകളിലേക്ക് മീൻസ് മൗസ് പോയിന്റ് കൊണ്ടുപോകാതെ എന്ത് ചെയ്യുക, മാക്സിമം ഷോർട്ട് കീ തന്നെ യൂസ് ചെയ്യാൻ പഠിക്കാം. അപ്പോൾ നമുക്ക് അത്രയും സമയം നമുക്ക് എന്ത് ചെയ്യാം, ലാഭിച്ച് എടുക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അടുത്തത് പറയുന്നത് ഫ്രീ ട്രാൻസ്ഫോമാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ടൂളും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അടുത്തത് പറയുന്നത് ഫ്രീ ട്രാൻസ്ഫോമാണ്. അതായത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു ഒബ്ജക്റ്റ് വരയ്ക്കാമെന്ന് വയ്ക്കാം. ഓക്കെ, ബാക്കിയെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. കൺട്രോൾ അടിച്ചു, ഞാൻ ഇവിടെ നിന്ന് ഡിലീറ്റ് അടിച്ചു. ഓക്കെ, ഇവിടെ നിന്നൊരു ഒബ്ജക്റ്റ് ഫ്രഷ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റ് ഞാൻ ഇവിടെ നിന്ന് വരച്ചു. ഇവിടെ നിന്ന് എന്ത് ചെയ്യേണ്ടത്, ഫ്രീ ട്രാൻസ്ഫോം എടുത്തിട്ട് കണ്ടോ, നമ്മൾ ജസ്റ്റ് ഒന്ന് മൗസ് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മാത്രം മതി. കണ്ടോ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കണ്ട, ഉള്ളിലേക്കോ അങ്ങനെ ചെയ്ത് കൊടുക്കേണ്ട കാര്യമല്ല. ചുമ്മാ ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ ആ ഒബ്ജക്റ്റ് എന്താവും, വലുതാവുകയും ചെറുതാവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്
ഫ്രീ ട്രാൻസ്ഫോമിങ് ഓപ്ഷൻ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്തൊരു ടൂളാണ് ഷേപ്പ്, സ്മൂത്ത്, സ്മിയർ, ട്രില്ല്, അട്രാക്റ്റ് ആൻഡ് റീഫില്ല്, സ്മഡ്ജ്, റൗഗൺ. ഓക്കെ, ഇതിൽ ആദ്യം തന്നെ പറയുന്ന ടൂളിൻ്റെ പേരാണ് ഷേപ്പ്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഒബ്ജക്റ്റ് ഇവിടുന്ന് വരയ്ക്കണം. ഓക്കെ, എനിക്കിപ്പോൾ ഈ ഒരു ഷേപ്പ് ചെയ്യണമെന്ന് നോക്കിയാൽ, ഷേപ്പ് ചെയ്യാൻ മീൻസ് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ ഒരു റൗണ്ട് കോർണർ അങ്ങനെയൊക്കെ ആക്കി മാറ്റണമെന്ന് നോക്കിയാൽ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് മൗസ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ലെഫ്റ്റ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് കണ്ടോ ഡ്രാഗ് ചെയ്യുകയാണ്. ഓക്കെ, പിന്നെ ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്ത സമയത്ത് കണ്ടോ നമ്മൾ എന്തോരാണ് നമുക്ക് കർവ് ചെയ്യേണ്ടത് അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, മൗസ് വിട്ടിട്ടുണ്ടെങ്കിൽ കണ്ടോ നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റ് ഇവിടെ ഈ രീതിയിൽ കിട്ടും കേട്ടോ. ഓക്കെ, ഈ ഒരു പോയിന്റിന് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കണ്ടോ നമുക്ക് ഇവിടുന്ന് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കർവ് ചെയ്യണമെങ്കിൽ കർവ് ചെയ്യാൻ പറ്റും. ഒരു കർവ് ഒബ്ജക്റ്റ് പോലെ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇവിടുന്ന് റൊട്ടേഷൻ തുടങ്ങിയ ഓപ്ഷൻ കണ്ടോ, ഞാനിപ്പോൾ ഇവിടുന്ന് 45 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ നോക്കി. ഇപ്പോൾ അത് കണ്ടോ കറക്റ്റ് 45 ഡിഗ്രിയിൽ റൊട്ടേഷൻ ആവട്ടോ. ഓക്കെ, പക്ഷേ ഇത് കറക്റ്റ് 45 ഡിഗ്രി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് കാരണം ഞാൻ വേറൊരു ഓപ്ഷൻസിൽ വരുന്ന ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത് എന്തുകൊണ്ടാണ് നമുക്ക് ആ കറക്റ്റ് പൊസിഷനിൽ കിട്ടാതിരുന്നത് എന്ന് ഞാൻ ഒരു വരുന്ന ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ ഇവിടുന്ന് ഷേപ്പ് എടുത്തിട്ട് ഇതിവിടെ നോക്കി നമുക്ക് ഇവിടുന്ന് റൗണ്ട് ഉണ്ട്, അതേപോലെ തന്നെ റൗണ്ട് കോർണർ ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ കണ്ടോ സ്കലോപ്പ്ഡ് ഉണ്ട്. കണ്ടോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഷേപ്പാക്കി എടുക്കാം. അതേപോലെ തന്നെ കണ്ടോ പല മോഡലിൽ കണ്ടോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് കണ്ടോ ഈ രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അതിൽ തന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഞാൻ പറയാം. എനിക്കിപ്പോൾ ഒരു സൈഡ് മാത്രം കോർണർ ചെയ്താൽ മതി എന്ന് വയ്ക്കാം. എനിക്കിപ്പോൾ ഇവിടെയും കോർണർ ചെയ്താൽ മതി എന്ന് വയ്ക്കാം. ഞാനിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് വരയ്ക്കാം. ഓക്കെ, എനിക്കിപ്പോൾ ഒരു അളവ് കൊടുത്ത് വരയ്ക്കണമെങ്കിൽ അളവ് കൊടുത്ത് വരയ്ക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കി മില്ലിമീറ്ററാണ്, ആണ്. അപ്പോൾ നമുക്ക് എമ്മിലല്ല വരയ്ക്കേണ്ടത്, CM വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റ് വരയ്ക്കുന്നതിന് മുന്നേ യൂണിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ കണ്ടോ ഇവിടെ CM ആക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ സെൻറ്റിമീറ്റർ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു 10 കൊടുത്തു, ഇവിടെ നിന്ന് ഒരു 10 കൊടുത്തു, എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ എന്താവും അവിടെ സെറ്റാവും. ഓക്കെ, അപ്പോൾ നമ്മൾ വിട്ടും ഹൈറ്റും കണ്ടോ നമുക്ക് കറക്റ്റ് റേഷ്യോയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അളവ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റ് കണ്ടോ നമുക്ക് ഇവിടുന്ന് വരയ്ക്കാൻ പറ്റും. ഞാൻ 20 കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ കറക്റ്റ് എന്തായി ഈ രീതിയിൽ സെറ്റായി. ഓക്കെ, ഞാൻ വീണ്ടും ഷേപ്പ് ടൂൾ എടുത്തിട്ട് എനിക്കിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തത് എന്താണെന്നോ, ഒരു ഒബ്ജക്റ്റിൽ ചുമ്മാ എന്താ പറയുക ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 4 സൈഡും എന്താവുന്നു ഒരേ റേഷ്യോയിൽ എന്താവുന്നു ഇതിൽ അളവ് ആവുന്നു. ഓക്കെ, എനിക്ക് അങ്ങനെയല്ല വേണ്ടത്, ഒരു സൈഡ് മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും 2 സൈഡ് മാത്രം അല്ലെങ്കിൽ 3 സൈഡ് മാത്രം എന്താ പറയുക നമുക്കിങ്ങനെ കറവായാൽ മതി എന്ന് വയ്ക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് പുറത്തുകൊണ്ടുപോയി ക്ലിക്ക് ചെയ്യാണ്. ഞാൻ ഒന്നും കൂടി ക്ലിക്ക് ചെയ്തു, ഇവിടെ എന്ത് ചെയ്തു, ഷേപ്പ് ടൂൾ എടുത്തു, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കി 4 സൈഡ് ഒരുമിച്ച് ക്ലിക്ക് ആയിട്ടുണ്ട്. ഓക്കെ, വീണ്ടും എന്ത് ചെയ്യുക, ഏത് സൈഡാണോ നമുക്ക് കോർണർ ചെയ്യേണ്ടത് അതിന് മാത്രം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. അത് കണ്ടോ ഇവിടെ 3 സൈഡ് ഒരുമിച്ചാണ് ആയിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കണ്ടോ ബാക്കി 3 പോയിന്റുകളും നോക്കി അൺസെലക്റ്റ് ആയിട്ടുണ്ട്. ഈ പോയിന്റ് മാത്രം എന്തായിട്ടുണ്ട്, സെലക്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഏത് സൈഡ് വെച്ചിട്ടാണോ നമുക്ക് ഇവിടുന്ന് കോർണർ സെറ്റ് ചെയ്യേണ്ടത് ആ രീതിയിൽ കണ്ടോ നമുക്ക് ഇവിടുന്ന് കോർണേഴ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ നമുക്ക് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കോർണറുകൾ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരളവ് കൊടുത്തിട്ട് ഞാൻ വീണ്ടും ഇവിടെ വന്നു, ഇവിടെ ഒരു 20 പിന്നെയും കൊടുക്കാം, 20. ഓക്കെ, വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ഒബ്ജക്റ്റ് വരച്ചു, അങ്ങനെ നീക്കി വെച്ചു. ഇവിടെ നോക്കിയേ ഏത് അളവാണെന്ന് വെച്ചാൽ ആദ്യം കൊടുക്കണം. ഇവിടെ അൺലോക്കാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു 10 കൊടുക്കാമെന്ന് വയ്ക്കാം. 10 കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായി, 4 സൈഡും എന്തായി 10 വന്നിട്ടുണ്ട്. കണ്ടോ, എനിക്കിപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു സൈഡ് മാത്രം നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ മാത്രം വന്നാൽ മതി എന്ന് വയ്ക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ ഈ ലോക്കിന് എന്ത് ചെയ്യാം, അൺലോക്ക് ചെയ്യാം. അൺലോക്ക് ചെയ്തിട്ട് എനിക്കൊരു 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് മതി എന്ന് വയ്ക്കാം. 2 cm കണ്ടോ, നമുക്ക് ഇവിടുന്ന് അളവുകൾ നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് അളവ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ഇവിടുന്ന് ഒരു 2 അല്ല കൊടുക്കുന്നത്, ഒരു 10 കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടോ ഇവിടെ 10, എനിക്ക് വേണം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 10 കൊടുക്കാം. മനസ്സിലായില്ലേ? അതേപോലെ എനിക്ക് ഇവിടെ നിന്ന് ഒരു കർവ് കൊടുക്കണമെന്ന് ഇവിടെ ഒരു 5 കൊടുക്കാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 5 വേണ്ട, ഇവിടെ ഒരു 1 കൊടുത്തു. ഇത് കണ്ടോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1 പോലെ കൊടുത്തു നോക്കാം. ഇത് കണ്ടോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അളവുകൾ നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമായിട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടുന്ന് ഈ ഒരു ഷേപ്പ് നമുക്ക് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഷേപ്പ് നോക്കിയൊരു ഓപ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തതാണ് സ്മൂത്ത്. ഞാനിപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്,
ഒരു റെക്റ്റാങ്കിൾ തന്നെ വരയ്ക്കുകയാണ് ഇവിടെ തന്നെ. ഇവിടുന്ന് സ്മൂത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈൻ നമുക്ക് ഉണ്ടോ ഇവിടെ നിന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഇവിടെ നോക്കി ഞാൻ ഇവിടുന്ന് സൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലൈൻ നമുക്ക് എന്ത് ചെയ്യാം, സൂം ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇതിൻ്റെ അളവ് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, നമുക്ക് ഇവിടുന്ന് മാറ്റി ഇടണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാറ്റി ഇടാം കേട്ടോ. മീൻസ് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ അളവുണ്ടല്ലോ, നമ്മൾ ആ ടൂളിൻ്റെ ഇത് കണ്ടോ ഓൾറെഡി സ്മൂത്ത് ആയിരിക്കും. ഇൻ കേസ് സ്മൂത്ത് അല്ലെങ്കിൽ കണ്ടോ നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ കണ്ടോ നമുക്കൊരു ഒരു കർവ് പോലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടുന്ന് കണ്ടോ നമ്മൾ ഈ പോസ്റ്റർ ഡിസൈനൊക്കെ ചെയ്യില്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന നവാതർക്ക് സ്വാഗതം, അല്ലെങ്കിൽ ഇപ്പോൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഒരു ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു പറഞ്ഞ ടൂൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് കണ്ടോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്തെടുക്കാം. ഓക്കെ, അടുത്തൊരു ഓപ്ഷനാണ് ഇതിൻ്റെ ഉള്ളിൽ സ്മിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അതായത് നമ്മളിപ്പോൾ ഇതെല്ലാം കണ്ടോ ജസ്റ്റ് ഒന്ന് അങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ എങ്ങോട്ടാണോ ഡ്രാഗ് ചെയ്യുന്നത്, മൗസ് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ എങ്ങോട്ടാണോ ഡ്രാഗ് ചെയ്യുന്നത് ആ രീതിയിലേക്ക് കണ്ടോ നമുക്കിതിനെ ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, പല ഡിസൈൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടുന്ന് ആക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ സ്മിയർ എന്നൊരു ഓപ്ഷൻ യൂസ് ചെയ്യും. കൺട്രോൾ ഇസഡ് അടിച്ച് ഞാൻ വീണ്ടും പണ്ടത്തെ അവസ്ഥയിലേക്ക് തന്നെ വന്നു, പണ്ടത്തെ രീതിയിലേക്ക് തന്നെ, പണ്ടത്തെ ഇതിലേക്ക് തന്നെ വരാണ്. അടുത്തതാണ് ഡ്രില്ല്. ജസ്റ്റ് ഒന്ന് അങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിക്കുന്ന സമയത്ത് നോക്കി കണ്ടോ ഒറ്റ ക്ലിക്ക് മതി എന്നുണ്ടെങ്കിൽ കണ്ടോ നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് എന്തെങ്കിലും അങ്ങനെ ക്ലിക്ക് ചെയ്ത് പോകാം. ഞാൻ അവിടെ മൗസ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ കണ്ടോ അതങ്ങനെ എന്താവും, ഇങ്ങനെ ഡ്രില്ലായിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം, അളവുകൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ ഇവിടുന്ന് കുറച്ച് കൊടുക്കാം. അപ്പം അത്രയും ഇതായിട്ട് ആയിട്ടാണ് എന്താവുള്ളൂ, ഈ ഒരു ഡ്രില്ല് എന്താവുള്ളൂ ഇവിടെ വർക്കാവുള്ളൂ. മനസ്സിലായില്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് റിപ്ലൈ തരാം കേട്ടോ. ഓക്കെ, അടുത്തതാണ് അറ്റാക്ക് ആൻഡ് റീഫിൽ. ഇതെല്ലാം ഔട്ട്ലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ ഇവിടുന്ന് കൺട്രോൾ സെറ്റ് അടിച്ച് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് വന്നു, വീണ്ടും അട്രാക്റ്റ് ആൻഡ് റീഫിൽ എടുത്തു. കണ്ടോ ഇതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുത്തു കേട്ടോ. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ചില ടൂളുകളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആ സൂം ടൂളിൽ വേണം, സൂം എടുത്തിട്ട് ആ ഒബ്ജക്റ്റിനെ മാക്സിമം സൂം ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാം, നമ്മളിവിടെ നിന്ന് വരയ്ക്കാനായിട്ട്. ഓക്കെ, അടുത്തതാണ് സ്മഡ്ജ്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, സൈസ് നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടി കൊടുക്കാം. ഓക്കെ, ഒരു അളവ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് കറക്റ്റുള്ള അളവ് എനിക്കിപ്പോൾ ഒരു 2 അടിച്ചിട്ടുണ്ടെങ്കിൽ 2 സെൻറ്റിമീറ്ററിനുള്ളൊരു സ്മഡ്ജിൻ്റെ ഇത് കണ്ടോ അപ്പോൾ ഇവിടെ നിന്ന് സെറ്റാവും. ഇതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം മാത്രമേ ഉള്ളൂ. കണ്ടോ ഇതെല്ലാം ഔട്ട്ലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ. അടുത്തതാണ് റൗഗൺ. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരളവ് കൊടുത്തിട്ട് എൻ്റർ അടിച്ചാൽ മതി. കണ്ടോ അപ്പോൾ അതൊക്കെയും ജസ്റ്റ് ഒന്ന് കണ്ടോ, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടാവുന്ന കാര്യമുള്ളൂ. നമ്മൾ വർക്ക് വരുന്നുണ്ട്, വർക്കിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സംഭവങ്ങൾ കറക്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഈ ചുമ്മാ ഈ ഒരു ടൂള് പറഞ്ഞു പോകുന്ന സമയത്ത് എന്തിനാണ് ഈ ടൂൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ഞങ്ങൾക്ക് അറിയാമല്ലോ എന്ന് നോക്കും. പക്ഷേ ഓരോ ടൂളും അതിൻ്റെ ആവശ്യത്തിലേക്ക് വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. ഓക്കെ, അടുത്തത് പറയുന്നത് ക്രോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അതായത് ഞാനിപ്പോൾ ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഒബ്ജക്റ്റ് വരച്ചിട്ട് ഇതിവിടെ ഒരു പെയിൻറ്റ് ബക്കറ്റിൻ്റെ സിമ്പിൾ കണ്ടോ. ഓക്കെ, ഇത് ഫില്ലും ഇത് ഔട്ട്ലൈനോ. ഓക്കെ, അതായത് ഫില്ലെന്ന് വെച്ചാൽ ഉള്ളിൽ വരും, ഔട്ട്ലൈൻ എന്ന് വെച്ചാൽ പുറത്ത് വരും. ഓക്കെ, അപ്പം ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു ഫില്ല് പോലെ കാണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇതിലേക്ക് വരാം. തൽക്കാലം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കളർ കൊടുക്കാമെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അത് മാത്രം ഇപ്പോൾ ഇരുന്നാൽ മതി. ഈ കളറിൻ്റെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ക്ലാസ്സുകൾ വരുന്നുണ്ട്. ഇതെന്താണ് HSL എന്താണ്, ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്. CMYK എന്താണ്, കളർ പലറ്റ്സ് എന്താണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ തൽക്കാലം എന്ത് ചെയ്യാം, ഇവിടെ ഇങ്ങനെ ഒരു കളർ മെത്തേഡ് കൊടുക്കാമെന്നുള്ളൊരു ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിങ്ക് ചെയ്തിരിക്കാം. ഓക്കെ, ഒബ്ജക്റ്റുകൾക്ക് ഇവിടെ നിന്നിട്ട് കളർ കൊടുക്കാമെന്ന് ജസ്റ്റ് ഒന്ന് കരുതിയിരിക്കാം. ഓക്കെ കൊടുത്തു. ഞാൻ ഇവിടെ നിന്ന് ഔട്ട്ലൈൻ എന്ത് ചെയ്ത് കൊടുക്കാണ്ട് ബ്ലാക്ക് മാറ്റി ഇവിടെ ബ്ലൂവും കൊടുക്കാം. ഓക്കെ, അപ്പോൾ കണ്ടോ ആ ഒബ്ജക്റ്റുകളൊക്കെ എന്തായി, ഒരു കളർ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, കൊടുക്കാൻ പറ്റി. അതായത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ എല്ലാം നമുക്ക് എന്താ പറയുക വ്യത്യാസപ്പെടുത്തി കൊടുക്കാട്ടോ. സ്ട്രോക്കും അതായത് പുറമെയുള്ള അളവുകളും ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, വ്യത്യാസപ്പെടുത്തി കൊടുക്കാട്ടോ. ഈ ഒരു ക്രോപ്പ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, കളർ കൊടുത്തില്ലെങ്കിൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ രണ്ടിനും ജസ്റ്റ് ഒന്ന് കളർ പോലെ കൊടുത്തത്. ഇനി ക്രോപ്പ് ടൂൾ എടുക്കുകയാണ്. ക്രോപ്പ് ടൂൾ എടുത്തിട്ട് എന്തോരം ഏരിയ ആണോ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക ഇത്രയും ഏരിയ വേണ്ടി വരില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഊഹാപോഹം വെച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് ഇത്രയും ഏരിയ വേണ്ടി വരില്ല. അപ്പോൾ നമുക്ക് എന്തോരം ഏരിയ ആണോ വേണ്ടാത്തത് അത്രയും ഏരിയ എന്ത് ചെയ്യാം, ഇവിടുന്ന് സെലക്ട് ചെയ്യാം. എനിക്കിപ്പോൾ ഇത്രയും ഏരിയ വേണ്ട, ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും ഏരിയ ആണ് വേണ്ടത്, ഈ പുറത്ത് നിൽക്കുന്ന ഏരിയ വേണ്ട. എനിക്കിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത്രയും ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, ക്രോപ്പ് ചെയ്ത് കളയാം. എനിക്കിപ്പോൾ ഇത്രയും ഏരിയ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ടിക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് കീബോർഡിൽ എൻ്റർ അടിച്ചാലും മതി കേട്ടോ. ഓക്കെ, കീബോർഡിൽ എൻ്റർ അടിച്ചാലും സെറ്റ് ആവില്ല. പഴയതിലാണെങ്കിൽ ഓക്കെ ആയിരുന്നു, പക്ഷേ 2024 ആണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 16 നമ്മൾ യൂസ് ചെയ്യുന്നത്, സോറി 60 അല്ല, കോറൽ ഡ്രോ 6 ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എൻ്റർ അടിച്ചാലും ആ സംഭവം അവിടെ വർക്ക് ആയിക്കോളും. ഇതിൽ ക്രോപ്പ് തന്നെ യൂസ് ചെയ്യണം. ആ ഒരു ടിക്ക് മാർക്കിൽ തന്നെ ക്ലിക്ക് ചെയ്യണം. മാത്രമേ എന്താവുള്ളൂ, ഈ സംഭവം സെറ്റ് ആവുള്ളൂ കേട്ടോ. ഓക്കെ, ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. അതേപോലെ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താവും, ആ സംഭവം ഓക്കെ ആയിക്കോളൂ കേട്ടോ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യും, നമ്മൾ ക്രോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ യൂസ് ചെയ്യുക. ഓക്കെ, അടുത്തതാണ് നൈഫ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ ഒരു ഒബ്ജക്റ്റ് തന്നെ വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് നൈഫ് എടുക്കുകയാണ്. ഓക്കെ, നൈഫ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, പുറത്തുകൊണ്ടുപോയി ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ മായ്ക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഒരു ഒബ്ജക്റ്റ് പുതിയതായിട്ട് വരയ്ക്കാം. ഇനി അത് കറക്റ്റ് ആവില്ല, ഒരു കളർ കൊടുക്കാം, ഒരു ഓറഞ്ച് കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടുന്ന് നൈഫ് എടുത്തു. നൈഫ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെയും ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മോണിറ്ററിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ചെറിയൊരു വെട്ട് പോലെ. അതായത് ഞാനിപ്പോൾ ഇവിടെ നോക്കി, നമ്മൾ പോയിൻ്റഡ് അല്ല, പുതിയ വേർഷൻസിൽ, അതായത് ഓരോ വേർഷൻസിലും അപ്ഡേഷൻസ് വരുമ്പോൾ ഓരോ ടൂളുകൾക്കും അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കും. നമ്മൾ 6 ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് പോയിൻ്റ് സെക്കൻഡ് പോയിൻ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. അതുകൊണ്ടാട്ടോ എനിക്കൊരു അബദ്ധം പറ്റിയത്. ഓക്കെ, അതായത് നൈഫ് ടൂൾ എടുക്കുക, ഇവിടെ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് പുറത്തുകൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും രണ്ടും സ്പ്ലിറ്റ് ചെയ്ത് വരുമായിരുന്നു ഒബ്ജക്റ്റ്. പക്ഷേ ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 2024 വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയല്ല യൂസ് ചെയ്യാൻ, ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക ചെയ്യാം. ഡ്രാഗ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഡ്രാഗ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നീക്കി വെക്കുന്ന സമയത്ത് കണ്ടോ ആ രണ്ട് ഒബ്ജക്റ്റും എന്തായി, സ്പ്ലിറ്റഡ് ആയിട്ട് മാറി. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുക. നമ്മളിപ്പോൾ എങ്ങനെ വേണമെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. കണ്ടോ, ചെയ്ത ഒബ്ജക്റ്റിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഈ രീതി നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, പുറത്തുകൊണ്ടുപോയി ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് വേണം ഡ്രാഗ് ചെയ്ത് എടുക്കാനായിട്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ നൈഫ് എന്നൊരു ഓപ്ഷൻ യൂസ് ചെയ്യുക. വെച്ചു പുറത്തുകൊണ്ടുപോയി ക്ലിക്ക് ചെയ്ത് കണ്ടോ, നമുക്ക് ആ സ്ക്രീനിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു വെട്ട് പോലെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനടുത്ത് എന്താണ്, സ്പ്ലിറ്റഡ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇവിടെ നോക്കി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്തു കണ്ടോ, പുറത്തുകൊണ്ട് ക്ലിക്ക് ചെയ്തു, ഇങ്ങോട്ട് നീക്കി വെച്ചു, വീണ്ടും എന്ത് ചെയ്തു, കണ്ട ഒരു വര പോലെ വന്നേക്കണുണ്ടോ. ഓക്കെ, അപ്പോൾ അതിനടുത്ത് എന്താണ്, സ്പ്ലിറ്റഡ് ആണെന്നാണ്. ഓക്കെ, ഇല്ല, ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് മാത്രമേ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, ഒന്നിലധികം പ്രാവശ്യം സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതൊന്നും നോക്കി വെച്ചേക്കാം. അടുത്തതാണ് ഇറേസർ. ഈ നൈഫ് വെർച്വൽ സെഗ്മെൻറ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇറേസർ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കണ്ടോ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇറേസ് ചെയ്ത് മാറ്റാൻ പറ്റും. പക്ഷേ ഇതിനെ ഒറ്റൊരു ഒബ്ജക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഞാൻ വീണ്ടും ഇവിടെ വന്നിട്ട് ഒബ്ജക്റ്റിൽ ഇവിടെ ഗ്രൂപ്പിൽ അൺഗ്രൂപ്പ് കൊടുത്താലും നമുക്ക് കിട്ടില്ല. ഓക്കെ, ഒറ്റൊരു ഒബ്ജക്റ്റായിട്ട് തന്നെയായിരിക്കും നമുക്ക് ഇതിന് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, എനിക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇറേസറിൻ്റെ സൈസ് നമുക്ക് എന്ത് ചെയ്യാം, സൈസ് നമുക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഇറേസർ എടുത്തു, ഇവിടെ നിന്ന് കണ്ടോ സൈസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ കൂട്ടി കൊടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ല? ഓക്കെ, നമുക്ക് ഇവിടുന്ന് 2 ടൈപ്പ് ഇറേസർ കൊടുത്തിട്ടുണ്ട്, ഒന്ന് റൗണ്ടും ഒന്ന് സ്ക്വയറും. സ്ക്വയർ ടൈപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ കണ്ടോ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്വയർ ടൈപ്പിലായിട്ട് കൊടുക്കാൻ പറ്റും. ഇത് വരയ്ക്കുന്ന സമയത്ത് കീബോർഡിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ കണ്ടോ നമുക്ക് എന്ത് ചെയ്യാം, വലിപ്പം കൂട്ടണമെങ്കിൽ കൂട്ടാനും കുറയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാനും പറ്റും കേട്ടോ.
നമുക്ക് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വലിപ്പം കൂട്ടണമെങ്കിൽ കൂട്ടാനും കുറയ്ക്കണേ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് എടുക്കാനും പറ്റും. ഓക്കെ, അതിന് ശേഷം എനിക്കിപ്പോൾ ഈ രീതിയിൽ കണ്ടോ ഇതിനെ ഇറേസ് ചെയ്ത് മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇറേസ് ചെയ്ത് മാറ്റാനും പറ്റും. ഓക്കെ, അടുത്തൊരു ടൂളാണ് വെർച്വൽ സെഗ്മെൻറ്റ്. നമ്മൾ പറയാൻ തുടങ്ങിയ ടൂളാണ് വെർച്വൽ സെഗ്മെൻറ്റ്. ഓക്കെ, ഞാൻ വീണ്ടും ഇവിടെ നിന്ന് ഒരു ഒബ്ജക്റ്റ് വരച്ചു. ഒബ്ജക്റ്റ് വരച്ചിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 2 ലൈൻ പോയിന്റ് ഞാൻ ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യല ഞാൻ ഇവിടെ നിന്ന് എടുക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ നിന്ന് ഈ ഒരു ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 ലൈൻ പോയിന്റ് കിട്ടും. അതുകൊണ്ട് ഈ മൗസ് പോയിന്റ് ചുമ്മാ ഇങ്ങനെ വെച്ചാലും കാര്യമില്ല, വെച്ചിട്ട് കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കണം. ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് 2 ലൈൻ പോയിന്റ് എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, എനിക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി കേട്ടോ. ഓക്കെ, കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഇവിടുന്ന് കുറച്ച് ഒബ്ജക്റ്റുകൾ ഇത് ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് എന്താ പറയുക, നമുക്ക് ഇതിൻ്റെ വലിപ്പം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാനും കൂട്ടണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കൂട്ടാനും പറ്റും. ഇത് കണ്ടോ, ഇവിടുന്ന് കൂട്ടാനും പറ്റും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഇങ്ങനെ നീക്കി സൂം ചെയ്ത് ഇതെല്ലാം നമ്മൾ നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒബ്ജക്റ്റ് മൊത്തത്തിൽ ഇങ്ങനെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് വെർച്വൽ സെഗ്മെൻറ്റ് എടുക്കുക. വെർച്വൽ സെഗ്മെൻറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ കത്തി ഇതിങ്ങനെ ഒരു കൂർമ്പന് പോലെ വന്നാണ്ടോ, നമ്മൾ ഇങ്ങനെയല്ല, ഈ ഒരു സ്റ്റേജ് ഇങ്ങനെ കുത്തി നിൽക്കുന്ന ഒരു സ്റ്റേജ്, അവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഏതെല്ലാം ഔട്ട്ലൈൻസ് പുറത്തേക്ക് പോയിട്ടുണ്ടോ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഔട്ട്ലൈനിൽ മീൻസ് ഒബ്ജക്റ്റിൽ നിന്നും ഔട്ട്ലൈനിലേക്ക് പോയിരിക്കുന്ന മീൻസ് പുറത്തേക്ക് പോയിരിക്കുന്ന ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, കണ്ടോ കറക്റ്റായിട്ട് എന്തായിക്കോളും, ഇത് തന്നെ എന്തായിക്കോളും നമുക്ക് ഇവിടുന്ന് സെറ്റാക്കി തരും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ വെർച്വൽ സെഗ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യാം, വെർച്വൽ സെഗ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അതായത് പുറത്തേക്ക് പോയിരിക്കുന്ന ഒബ്ജക്റ്റുകളെ നമുക്ക് എന്ത് ചെയ്യാം, മീൻസ് ലൈനുകളെ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് നിർത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കണ്ട, നേരത്തെ പറഞ്ഞ രീതിയിൽ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കണ്ട, നമ്മളിങ്ങനെ ഇങ്ങനെ സൂം ഇങ്ങനെ കണക്ട് ചെയ്ത് മീൻസ് അങ്ങനെ സൈസ് കുറച്ച് അങ്ങനെ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അടുത്തതാണ് നമ്മൾ സൂം ടൂൾ. ഓക്കെ, സൂം ചെയ്യുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മൗസ് ക്ലിക്ക് ചെയ്ത് നമുക്ക് മീൻസ് ടൂൾസിൽ വന്നിട്ട് ചെയ്യാം. അതിനൊരു ഷോർട്ട് കീ ആണ് ഞാൻ പറയുന്നത്, മൗസിൻ്റെ സ്ക്രോൾ ചെയ്യുമ്പോൾ സൂമിന്, സ്ക്രോൾ ഔട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക, സൂം ഔട്ടിലേക്കും വരുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ഹാൻഡ് ടൂൾ. ഓക്കെ, മീൻസ് പാൻ ടൂൾ എന്ന് പറയും. ഓക്കെ, പേജിന് പാൻ ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് അത്. ഓക്കെ, അടുത്തൊരു ഇതാണ് ഫ്രീ ഹാൻഡ്. ഓക്കെ, നമുക്ക് നമ്മുടെ കൈയുടെ പോലെ മീൻസ് നമ്മളൊരു ഡ്രോ ചെയ്യാമെന്ന് വയ്ക്കാം, ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടുന്ന് വരയ്ക്കണം, നമുക്ക് എന്ത് ചെയ്യാം, വരയ്ക്കാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റൊക്കെ നമുക്ക് ഇവിടുന്ന് വരയ്ക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിലൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, എനിക്കിപ്പോൾ ഒരു കറക്റ്റ് ഒരു ഷേപ്പ് വയ്ക്കുമ്പോൾ അങ്ങനെ വേണ്ട, ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് യൂസ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റ് വരച്ചു. ഓക്കെ, എനിക്കിപ്പോൾ ഇത്രയും മതി. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കണ്ട ഈ വെർച്വൽ സെഗ്മെൻറ്റ് ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു കറക്റ്റ് ഒരു ഒബ്ജക്റ്റ് ഇതിങ്ങനെ വരയ്ക്കാൻ വയ്ക്കാം. ഓക്കെ, വേറെ എന്താ നമുക്ക് എന്ത് ചെയ്യാം, ഈ വെർച്വൽ സെഗ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ കണ്ട കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഒന്നും കൂടെ കണ്ടോ, അത് വരാതിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ ബ്ലാങ്കിൽ നിന്നിട്ട് കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ സ്ക്വയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താവും, ഒരു സ്ക്വയർ എന്താവും നമ്മുടെ പേജിന് അനുസൃതമായിട്ട് ഇവിടെ ക്രിയേറ്റ് ആവും. ഓക്കെ, എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് പോലെ നമ്മൾ ഇവിടുന്ന് വരച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വരച്ച് കൊടുത്തു. ഓക്കെ, വരച്ചൊരു സെഗ്മെൻറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കണ്ടോ, നമുക്ക് ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുറത്തേക്ക് നിൽക്കുന്ന ഭാഗങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഫ്രീ ഹാൻഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഓപ്ഷൻസിലേക്ക് പോയപ്പോൾ ഞാൻ ചുമ്മാ കൂടെ പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ ഹാൻഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. കൺട്രോൾ എഡിറ്റ് ഞാൻ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ മൊത്തം ഇത് ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റ് പോലെ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചിരിക്കാം, നമുക്കിതിനെ റൊട്ടേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ നോക്കിയാൽ നമുക്ക് ഇവിടുന്ന് പല മോഡിൽ കണ്ടോ, ഇതിൻ്റെ ഔട്ട്ലൈനുകൾ സെറ്റ് ചെയ്യാം. ഇവിടുന്ന് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. കണ്ടോ, മൗസ് സ്ക്രോൾ ചെയ്ത് നോക്കി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്ലൈനുകൾ നമുക്ക് എന്ത് ചെയ്യാം, പല മോഡലായിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെന്നിൻ്റെ സിമ്പിൾ കണ്ടോ, ഇവിടെ നോക്കി നണ്ണുണ്ട്. നണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട്ലൈൻ ഉണ്ടാവില്ല,
ഹെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിക്നെസ് കുറവായിരിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് 36 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, കൂടുന്ന ഇതിൻ്റെ തിക്നെസ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കൊടുക്കണേ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇവിടെ നിന്ന് 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇപ്പോൾ പേജ് 250 വരാണ്. ഓക്കെ, കറക്റ്റ് പേജിൻ്റെ ഇതിലേക്ക് വരാണ്. ഓക്കെ, ഇവിടെ നിന്ന് നോക്കി കറക്റ്റ് എല്ലാം സെലക്ട് ചെയ്യണം കേട്ടോ, സെലക്ട് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഞാൻ സെലക്ഷൻ ചെയ്യാതെയാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് അവിടെ ആ ഒരു ഫംഗ്ഷൻ എന്താവില്ല, മീൻസ് ആ ഒരു വിൻഡോ അവിടെ ക്രിയേറ്റ് ആവില്ല കേട്ടോ. ആ ടൂളിൻ്റെ ഒരു വിൻഡോ നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, 4 കൊടുക്കണമെങ്കിൽ 4 കൊടുക്കാം, 8 വേണമെങ്കിൽ 8 കൊടുക്കാം, അതേപോലെ തന്നെ 12 കൊടുക്കണമെങ്കിൽ 12 കൊടുക്കാം. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. എനിക്ക് പല തിക്നെസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ അളവുകൾ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കി നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ 2 ലൈൻ പോയിൻ്റ്. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് കണ്ടോ, കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വരയ്ക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് കണ്ടോ ആ ലൈൻ എന്താണ് തെറ്റി പോകാനല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ എന്തായി, കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് കിട്ടി. ഓക്കെ, സ്ട്രൈറ്റ് ആയിട്ട് കിട്ടി നമുക്ക് എന്ത് ചെയ്യാം, കൂടുന്ന കണ്ടോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുന്ന യൂസ് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇതിൻ്റെ ഔട്ട്ലൈനുകളൊക്കെയാണ് കണ്ടോ, ആ ഡോട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ അത് എടുത്തില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാം ഞാൻ ചുമ്മാ ഇങ്ങനെ പറയണം, ഞാൻ ഓരോന്ന് കാണിച്ചെന്ന് കൊടുത്ത് നിങ്ങളത് ഓരോന്നായിട്ട് കാണിക്കാൻ നിൽക്കരുത് കേട്ടോ, ഓരോന്ന് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, എല്ലാ ഓപ്ഷൻസും നിങ്ങൾ എന്ത് ചെയ്യുക, ഇട്ട് നോക്കണം. ഇട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എന്താവുള്ളൂ, ഏതെങ്കിലും ഒരു വർക്ക് എന്തെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു വർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ ഇവിടെ ആയിരുന്നല്ലോ. ഓക്കെ, അപ്പം നമ്മളത് ചെയ്ത് നോക്കിയിരുന്നല്ലോ, അന്ന് നമ്മൾ ചെയ്ത് നോക്കിയതിൻ്റെ ഫലമായിട്ടാണ് നമുക്കിന്നത് അറിയാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ഓപ്ഷൻസും ചെയ്ത് നോക്കിയാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്കത് ഉപകാരപ്പെടുള്ളൂ കേട്ടോ. ഓരോന്നും ഞാൻ ഇവിടെ നിന്ന് ചെയ്ത് കാണിക്കുന്നില്ല, ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ബോറിംഗ് ആവും. അതേപോലെ തന്നെ വീഡിയോയുടെ ലെങ്ത്ത് നല്ല രീതിയിൽ കൂടും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഓരോ ഓപ്ഷൻസും അതിൻ്റെ അടിയിലോ അതിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ചെയ്ത് നോക്കിയിരിക്കണം. ഓക്കെ, അതേപോലെ നമുക്ക് ഇവിടുന്ന് ഒരു അളവ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. എനിക്കൊരു 3 മതി നോക്കി, അപ്പോൾ ജസ്റ്റ് ഒന്ന് 3 സെലക്ട് അവിടെ ടൈപ്പ് ചെയ്യാം, എൻ്റർ അടിക്കാം. ഓക്കെ, അതാണ് അവിടെ വന്നോളൂ. പക്ഷേ ഈ ഒരു കാര്യം നമ്മളിപ്പോൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ 2 ലൈൻ പോയിൻ്റൊക്കെ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഈ റൂട്ട് മാപ്പൊക്കെ കൊടുക്കാമെന്ന് വയ്ക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലുവ പെരുമ്പാവൂർ റോഡ്, ആലുവ പെരുമ്പാവൂർ റോട്ടിലൊരു എന്താ പറയുക, നമ്മൾ വെഡ്ഡിങ് കാർഡിൽ ഇങ്ങനെ റൂട്ട് മാപ്പ് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ചില പള്ളികളുടെ പ്രസംഗത്തിലൊക്കെയും റൂട്ട് മാപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു നോട്ടീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. ഓക്കെ, ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ചെയ്യാറില്ല, മീൻസ് ഗൂഗിൾ മാപ്പിൻ്റെ ഇതിൽ നമ്മൾ ലൊക്കേഷൻ അടിച്ചു കൊടുത്താൽ കിട്ടും. പക്ഷേ ആ ഒരു അന്നത്തെ കാലത്തൊന്നും അല്ലാത്ത ടൈമിൽ നമ്മൾ ഇപ്പോഴങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ. എല്ലാ ആളുകൾക്കും ഗൂഗിൾ മാപ്പിൽ പോകാൻ അറിയില്ലല്ലോ. ഓക്കെ, ഏജ് ആയിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ അങ്ങനെ കൊടുക്കാം, ഗൂഗിൾ മാപ്പൊക്കെ പറഞ്ഞു കൊടുക്കാമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്ത് ചെയ്യാം, ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു 2 ലൈൻ പോയിൻ്റ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഒബ്ജക്റ്റ് വരയ്ക്കാം. ഇത് ആലുവ പെരുമ്പാവൂർ റോഡാന്ന് വയ്ക്കാം. Ctrl+C+V അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റിനെ കോപ്പി പേസ്റ്റും ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നീക്കി വെക്കണം. ഇതാണ് ആലുവ പെരുമ്പാവൂർ റോഡ് എന്ന് വയ്ക്കാം, മീൻസ് ഒരു ഫോർ എക്സാമ്പിൾ ആയിട്ട് മാത്രം കേട്ടോ. ഓക്കെ, എനിക്കിപ്പോൾ എന്ത് ചെയ്യണം, ഞാനിപ്പോൾ ഇവിടെ നിന്ന് മേളിലേക്ക് എന്ത് ചെയ്യേണ്ടത്, 2 ഒബ്ജക്റ്റ് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, ഇവിടെ നിന്ന് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഞാൻ Ctrl+C+V അടിച്ച് അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് എന്ത് ചെയ്യേണ്ടത്, ഇങ്ങനെ നീക്കി വയ്ക്കാം. ഓക്കെ, എനിക്കിവിടെ ഒരു ആരോ മാർക്ക് കൊടുക്കുമെന്ന് വയ്ക്കാം. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ, നമുക്ക് പല മോഡലിലുള്ള കണ്ടോ ആരോ മാർക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ തിക്നെസ് നമുക്ക് എന്ത് ചെയ്യാൻ കുറവാണ്, 0.5 ഉള്ളൂ. അതുകൊണ്ടാണ് അവിടെ കറക്റ്റായിട്ട് ആ സംഭവം വർക്ക് ആവാതിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്ത് കണ്ടോ, ഇവിടെ 5 കൊടുത്തപ്പോൾ അതിന് 5 കൊടുത്തു. നമുക്ക് നോക്കാം, ഇതിന് 3 ആണ്, സോറി, കറക്റ്റ് 3 തന്നെ കൊടുത്തു. അപ്പോൾ ഇത് കണ്ടായി കണ്ടോ. നമുക്ക് ഇങ്ങനത്തെ ഒരു റൂട്ട് മാപ്പുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ചൂസ് ചെയ്യാം. എനിക്കിപ്പോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് പല മോഡലും ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ മോഡൽസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ നോക്കി ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ പിന്നെയും പറയുകയാണ്, നിങ്ങൾ ഒറ്റ രീതിയിൽ ചുമ്മാ ചെയ്ത് നോക്കരുത്, ഇതെല്ലാം തന്നെ എന്ത് ചെയ്യണം, ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാം ചെയ്ത് നോക്കിയാലാണ് പല മോഡലിലുള്ള എന്താ പറയുക
ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഓക്കെ, അതെല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന സമയത്ത് എന്ത് ചെയ്യണം, ചെയ്ത് നോക്കണം. ഒറ്റ ഒരു ഇതിൽ നിങ്ങൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴേ തന്നെ പറഞ്ഞേക്കാം, അത് ചുമ്മാ പഠിക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അത് നിർത്താതെ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾ കണ്ടോ, അതായത് ഈ ഒരു ഓപ്ഷൻ ഈ ഒരു സൈഡിൽ, ഇതിൻ്റെ സൈഡിൽ, ഇതിന് വേണ്ടി ഇതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സെറ്റാവും. അതേപോലെ തന്നെ ഇതിൽ വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ സെറ്റാവും. ഓക്കെ, 3 തന്നെ കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് കണ്ടോ, അപ്പോൾ ഒരു റൂട്ട് മാപ്പ് പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ടെക്സ്റ്റ് വയ്ക്കാൻ കൊടുത്ത് ടെക്സ്റ്റ് വയ്ക്കാൻ വന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇപ്പോൾ ആലുവ പെരുമ്പാവൂർ അല്ലെങ്കിൽ ആലുവ മൂന്നാർ റോഡ്. ഓക്കെ, ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു പെട്രോളിൻ്റെ സിമ്പിൾ കൊടുത്തു. ഓക്കെ, ഇവിടെ നിന്നാണ് വെന്യൂ എന്ന് വയ്ക്കാം, നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലം എവിടെയാണെന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ഒരു റൂട്ട് മാപ്പ് പോലെ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ലൈൻ ടൂൾ യൂസ് ചെയ്യുക. ഓക്കെ, ബേസിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടോ, ഇവിടെ നിന്ന് ഫസ്റ്റ് പോയിന്റ് കണ്ടോ, നമ്മളിപ്പോൾ നമ്മുടെ ഇതിൽ കണ്ടോ, നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ കണ്ടോ ഫസ്റ്റ് ഇങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ വരച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ബേസിയർ ടൂൾ യൂസ് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്ത് നമുക്കൊരു ഡ്രോയിങ് ഒക്കെ അറിയാവുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു ബേസിയർ ടൂളൊക്കെ സിമ്പിളാണ് കേട്ടോ. ഓക്കെ, ഇതിന് നമുക്ക് ഔട്ട്ലൈൻ സെറ്റ് ചെയ്യാം കേട്ടോ. മീൻസ് ഇവിടെ നിന്ന് കണ്ടോ, ഔട്ട്ലൈൻ കൊടുത്ത് നമുക്ക് ഈ രീതിയിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാൻ പറ്റും. അതാണ് ബേസിയർ ടൂൾ. അടുത്തൊരു ഓപ്ഷനാണ് പെൻ ടൂൾ. ഓക്കെ, നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ നമ്മൾ പെൻ ടൂൾ കട്ട് ചെയ്യാനായി യൂസ് ചെയ്യുക. ഓക്കെ, പക്ഷേ കോർഡർ ഡ്രോയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, എപ്പോഴും പെൻ ടൂൾ യൂസ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചത്, ചില ബുക്കുകളുടെയൊക്കെ അടിയിൽ എന്താ പറയുക, ഇങ്ങനെ ഒരു ഇതുപോലെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് പെൻ ടൂൾ എടുത്തിട്ട് ഇവിടുന്ന് ഇപ്പോൾ ബുക്കുകളല്ല പല ഇതിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ കണ്ടോ, മൊത്തം സെലക്ട് ചെയ്യാം, ഏത് കളറാണോ വേണ്ടത് ആ കളർ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് കൊടുക്കാൻ പറ്റും. ഇങ്ങനത്തെ ഒരു ബുക്കുകളോ അല്ലെങ്കിൽ നോട്ടീസുകളോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ഒരു ഡ്രോയൊക്കെ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ ഔട്ട്ലൈൻ വേണ്ട. അപ്പോൾ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മോശക്കേടായിരിക്കും. മീൻസ് പ്രിൻറ്റിലേക്ക് വരുന്ന സമയത്ത് നല്ല രീതിയിലും ബോറിംഗ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഔട്ട്ലൈൻ 2 കൊടുത്താലാണ് ഇവിടെ ഭംഗിയായിട്ട് തോന്നുള്ളൂ. മനസ്സിലായില്ലേ? ഓക്കെ.